ദയാ സുജിത്ത്, മോളെ നീ ചെയ്തത് വലിയൊരു അപരാധമാണ്. നീ ഒരിക്കലും നിനക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇട്ട് ഒരു ഫോട്ടോ എടുത്ത് അത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു കുഞ്ഞേ. ഇത് ഞാനല്ല പറയുന്നത്, ഇവിടുത്തെ പൊതുജനം എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ ഒരു വീഡിയോ ചെയ്തു, എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തൊന്നും എനിക്ക് ഇത്രയും നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ടെന്ന്. ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തതിന്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോഴും ഞാൻ ആ പെൺകുട്ടിയുടെ സൈഡിൽ തന്നെ. അത് പറയുമ്പോൾ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇഷ്ടമുള്ള തുണിയിട്ട് അതിലൂടെ വൾഗാരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നാട്ടുകാരിലേക്ക് കൊടുത്ത് കാശുണ്ടാക്കുന്നവരെ ഞാൻ വിമർശിക്കും. എനിക്കതിനോട് താല്പര്യമില്ല, ഞാൻ യോജിക്കില്ല. പക്ഷേ ആ പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇട്ട് എന്തെങ്കിലും വൾഗാരിറ്റി ഇവിടെ കാണിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞൂടെ? എനിക്ക് തോന്നിയിട്ടില്ല. എന്ത് വൾഗാരിറ്റി അവൾ കാണിച്ചത്? ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട്. ഞാൻ കണ്ടില്ല കേട്ടോ, എന്തൊക്കെയായിരുന്നു വിളിച്ചു കൂന്നെന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടു. എനിക്ക് താല്പര്യമില്ല, കാണത്തില്ല ഞാൻ. കാരണം ഓരോ ദിവസവും കഴിയും തോറും എൻ്റെ ചാനലിൻ്റെ ക്വാളിറ്റി കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ തിങ്കിങ്, എൻ്റെ പേഴ്സ്പെക്റ്റീവ് കുറച്ചും കൂടി ഒന്ന് പോളിഷ് ചെയ്ത് ബെറ്റർ ആക്കണം എന്ന് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വീണ്ടും താഴത്തേക്ക് എനിക്ക് പോകാൻ താല്പര്യമില്ല. മനസ്സിലായോ? ചില ആളുകൾ എപ്പോഴും തീട്ടക്കുഴിയിൽ തന്നെ കിടന്നുകൊണ്ട് കാശുണ്ടാക്കാനേ ശ്രമിക്കുകയുള്ളൂ. എനിക്കത് താല്പര്യമില്ല. ഐ നീഡ് ടു മേക്ക് സംതിങ് മോർ, ഒരു എന്താ ക്വാളിറ്റി വൈസ് കുറച്ചുകൂടെ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമുണ്ട്. ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒന്നും നടക്കണമെന്നില്ല. കാരണം ചില വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചേ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മുടെ വായിൽ നിന്ന് ചിലപ്പോൾ നല്ല പച്ച തെറിയൊക്കെ വീണ് പോകും. അത് സമൂഹത്തിലേക്ക് വളരെ ദുഷ്കരണമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു പൈതലിനെയൊക്കെ ഉപദ്രവിക്കുന്ന ചില സുന്ദരന്മാരെ പറ്റിയൊക്കെ സംസാരിച്ച് പോകുമ്പോൾ നല്ല വാക്കുകൾ വായിൽ നിന്ന് വീണ് പോകും. അങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പോൾ ഞാനും വായിൽ നിന്ന് വീണ് പോകും, ചിലപ്പോൾ നല്ല രീതിയിലുള്ള സാധനങ്ങൾ. പക്ഷെ അതല്ലാതെ ഒരാളുടെ വസ്ത്രധാരണത്തെ പറ്റി സംസാരിക്കുമ്പോൾ അയാളെയും അയാളുടെ മാതാവിനെയൊക്കെ അങ്ങോട്ട് അയ്യയ്യോ. വീണ്ടും ഞാൻ പറയുന്നു, ആ പെൺകുട്ടി ഇടുന്ന ഒരു ഡ്രസ്സിലൂടെ അവൾ ഒരു വൾഗാരിറ്റി എന്ന് പറയുന്ന സാധനം, ഇതിൻ്റെ മീനിങ് ആൾക്കാരൊന്ന് മറ്റേ വിക്കിപീഡിയ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി കേട്ടോ. ഇനി ഇല്ലെങ്കിൽ അത് മനസ്സിലാവാതെ കുറേ എണ്ണം വരും. അത് മറ്റവര് പറഞ്ഞു കറക്റ്റായിരുന്നു കേട്ടോ, നീയൊക്കെ എന്താ ഈ പറയുന്നേ? അവളുടെ തുണി കണ്ടില്ലേ? തുണി അവളുടെ ഇഷ്ടമല്ലേ ഏതിടണമെന്നുള്ളത്. ആ തുണി ഇട്ടിട്ട് ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിലും ഈ സബ്സ്ക്രിപ്ഷനിലും ഒക്കെ. ഓരോ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടോട്ടെ, ഇടുന്നതിനല്ല, ഇട്ടിട്ട് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഓരോ, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും, കുറച്ച് പരിപാടികൾ കാണിക്കും. അതിനെ നമ്മൾ ആട്ടും. ഞാൻ ഉറപ്പായിട്ടും ആട്ടും, ആട്ടിയിട്ടുണ്ട്, ഇനി ആട്ടും. എന്ന് വെച്ചിട്ട് അവർ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നതിനെ അല്ല, അവരുടെ തുണിയെ അല്ല കുറ്റം പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാവണം. ഓക്കെ. പിന്നെ പണ്ടങ്ങനെ പറഞ്ഞു, ഇന്നെന്താ മാറ്റി പറയുന്നത്? അങ്ങനെയല്ലേ വേണ്ടത്. അല്ല, ഈ തുണി ഉടുക്കുന്നതിനകത്തൊക്കെ എനിക്കതാ മനസ്സിലാവാത്തത്. ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും കഴിയുമ്പോൾ നമ്മളെ തന്നെ പോളിഷ് ചെയ്ത് നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന കാലഘട്ടത്തിന് പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ ആക്കിയെടുക്കണം. അതാ വേണ്ടത്. എന്നാലും നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പോഴും മറ്റേ 90s-ലും 70s-ലും ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഈ കാലത്തെ പല കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അല്ല, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണ്ടേ? നമ്മൾ ആ കാലത്ത് ജനിച്ചെന്നും പറഞ്ഞ് അവിടുത്തെ ആ കാലത്തെ കാര്യങ്ങൾ മാത്രമാണ് ശരി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുമാതിരി തെണ്ടിത്തരമെന്നേ ഞാൻ പറയുള്ളൂ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. സീതാലിസം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ ഒരു യൂട്യൂബ് ചാനൽ കുറച്ച് മുമ്പ് ചേച്ചി ഒരു വീഡിയോ ഇട്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശീതൾ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ അടുത്തായിട്ട് സ്ഥിരം ഫോളോ ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതോ വീഡിയോയിൽ, സ്ഥിരമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ചേച്ചി. ഈ ദയാ സുജിത്തുമായി ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്ന കോൺട്രവേഴ്സി പരിപാടികളിൽ ഒരു വീഡിയോ ചെയ്ത് എൻ്റെ ശ്രദ്ധപ്പെട്ടു. വളരെ നീറ്റായിട്ട് ചേച്ചി പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ചേച്ചിയാണെങ്കിലും പറയുന്നുണ്ട് വീഡിയോയിൽ, വസ്ത്രധാരണത്തെ ഞാൻ ഒരുപാടൊന്നും, പക്ഷേ ഇവർക്കെതിരെ സംസാരിച്ച ആ വ്യക്തി, അവർ പറഞ്ഞ രീതി, സത്യം പറഞ്ഞാൽ അതാണ് എന്നെ ഞെട്ടിക്കുന്നത്. ഞാനത് കഴിഞ്ഞ ദിവസമേ പറഞ്ഞതാ, ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഓരോ പെർസ്പെക്റ്റീവാണ്. ഇപ്പോൾ നേരത്തെ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഈ ദയാ സുജിത്തിനെ നല്ല രീതിയിൽ ആക്ഷേപിച്ച് അതിനെതിരെ
യൂട്യൂബിലേ ഉള്ള ഒരുപാട് ആളുകൾ അവർക്കെതിരെ സംസാരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല രീതിയിൽ ആളുകൾ സംസാരിക്കുന്നുണ്ട്, നല്ല സപ്പോർട്ടും കിട്ടുന്നുണ്ട്. യൂട്യൂബിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, വോട്ട് മാറ്റി വെക്കുക. അപ്പം എന്താണെങ്കിലും അവർക്കെതിരെ സംസാരിക്കുകയല്ല ശീതൾ ചേച്ചി ഇവിടെ ചെയ്തിരുന്നത്. അവർ പറഞ്ഞതിനകത്തെ ഒരു പോയിന്റ് അത് കറക്റ്റാണ്. അവരുടെ ശീതൾ ചേച്ചിയുടെയും അല്ലെങ്കിൽ ആ പറഞ്ഞവരുടെയും ഒക്കെ പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവർക്കൊക്കെ തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാം. അത് അവരുടെ പെർസ്പെക്റ്റീവ്, അവരുടെ ഇഷ്ടം. അത് പറയാതിരിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞുള്ളൂ. എനിക്ക് അത് കാണുമ്പോൾ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. എന്ന് വെച്ചിട്ട് അവർ പറയുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അവർ പറയണ്ടെന്നോ അല്ല. അവർക്കും ഇവിടെ പറയാൻ ദൈവം നാക്കും കൊടുത്തിട്ടുണ്ട്, അവർക്ക് അവകാശമുണ്ട് പറയാം. ഇഷ്ടമല്ലാത്തൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടമല്ല എന്ന് പറയാം. പക്ഷേ അത് പറയുന്നതിനൊരു രീതിയുണ്ട്, ഇല്ലേ? അല്ലാതെ ഇതുപോലൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ഒരു പെൺകുട്ടി അങ്ങനെ ഒരു ഡ്രസ്സ് ധരിച്ച് അത് വൃത്തികേടായിട്ട് എക്സ്പോസ് ചെയ്ത് വല്ലതും കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനെ വിമർശിക്കുമ്പോൾ അതൊരു തെറ്റാണെങ്കിൽ ആ തെറ്റിനെക്കാട്ടിലും വലിയൊരു തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിമർശനത്തിലൂടെ, ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട്. അത് നിങ്ങളിതൊന്ന് കാണാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ആണുങ്ങള് പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങള് കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞാൻ വിടണമായിരിക്കും. നമസ്കാരം. ചില മാലിന്യങ്ങളിൽ ചവിട്ടാതെ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, പരമാവധി നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും അതിൽ ചവിട്ടാതെ പോകണം. പക്ഷെ ചില സമയത്ത് ആ മാലിന്യത്തിൽ ചവിട്ടിയേ നമുക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയുള്ളൂ, വേറെ ഒരു മാർഗമില്ല എന്ന് വരുമ്പോൾ അതിൽ ചവിട്ടി പോകും. അങ്ങനെ ഞാനും ഇന്ന് ഒരു മാലിന്യത്തിൽ അറിഞ്ഞുകൊണ്ട് ചവിട്ടുകയാണ് കേട്ടോ. ഞാനും ഇന്നലെയും ഇന്നുമായിട്ട് അറിഞ്ഞുകൊണ്ട് മാലിന്യത്തിൽ ചവിട്ടി. പക്ഷെ ഞാൻ അതിൻ്റെ പേരോ ഒന്നും എനിക്ക് താല്പര്യമേ ഇല്ല, ഒരു രീതിയിലും താല്പര്യമില്ല. അത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ പിന്നെ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നു ആ ഒരു പേരൊക്കെ പറയുമ്പം. ഒരു രക്ഷയില്ല. കാരണം അത് എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ അവരുടെ ചില കാര്യങ്ങളോടൊക്കെ നല്ല രീതിയിൽ യോജിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇതിന് മുമ്പും യോജിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളിൽ അവരുടെ ഒരു പെർസ്പെക്റ്റീവിനോട് യോജിച്ചിട്ടുണ്ട്. അത് അവർക്കും അറിയാം, യോജിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം അങ്ങ് യോജിക്കണമെന്നൊന്നും അല്ല അതിൻ്റെ ഒരു അർത്ഥം. മനസ്സിലായില്ലേ? ഈ വിഷയത്തിൽ പറ്റുന്നേ ഇല്ല യോജിക്കാൻ. പ്രത്യേകിച്ച് കേട്ടല്ലോ ഞെവിടണം. എങ്ങനെ പറ്റുന്നു? സ്വന്തം വീട്ടിൽ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം. സോഷ്യൽ മീഡിയയിലുള്ള വേറൊരാളെ പറ്റി പറയുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ, അവരുടെ വസ്ത്രധാരണം ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറഞ്ഞോ, കുഴപ്പമില്ല, പറയാം. അതിലൊരു തെറ്റുമില്ല, പറഞ്ഞു. എനിക്ക് എൻ്റെ കണ്ണിലൂടെ അത് തെറ്റായിട്ട് തോന്നുന്നില്ല, അതെനിക്കും പറയാലോ. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിലിനി ആരും തെറ്റിദ്ധരിക്കാൻ നിൽക്കണ്ട. പക്ഷേ ആ പറഞ്ഞ രീതി ഒന്ന് കേൾക്ക്. ഇങ്ങനെയാണോ ഇങ്ങനെയാണോ പ്രസന്റ് ചെയ്യേണ്ടത്? അതിന് മാത്രം എന്ത് ചെയ്തു? ആ വ്യക്തിയെ ഈ ദയാ ശുചിത്വം അവരുടെ അമ്മ മഞ്ജു പിള്ളയോ എല്ലാം പോയി കടിക്കുകയോ ഇടിക്കുകയോ വല്ലതും ചെയ്തോ? അത്രയ്ക്കും അങ്ങോട്ട് ഞാൻ വീണ്ടും പറയുന്നു, അത്ര നല്ല മകനൊന്നുമല്ല. ഞാനും ചിലപ്പോൾ ഇത്രയും വൃത്തികേടായിട്ടല്ലെങ്കിലും ആവശ്യത്തിന് തെറി പറയുക, ചില ആളുകളെ എടുത്തു വെച്ച് വലിച്ചു കീറുക, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷേ ആ വലിച്ചു കീറൽ ഇനിയും ഉണ്ടാകും. പക്ഷെ അതിൻ്റെ ഒരു ഒന്ന് പോളിഷ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് ഡിഫറെൻ്റ് ആക്കാൻ ശ്രമിക്കും. അത് നമ്മൾ ഓരോ ദിവസവും ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇത് എന്തുവാ കേട്ടത് നിങ്ങൾ? ഫിലമെൻ്റ് അടിച്ചു പോയാ ചെവിയുടെ? അല്ല, ഇതിനെ എങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു? അതെനിക്ക് മനസ്സിലാവാത്തത്. ഒരു വ്യക്തിയെ ഇങ്ങനെയാണോ ഇട്ട് പറയേണ്ടത്? ഞെവിടാൻ വേണ്ടിയിട്ട്, സുഖിക്കാൻ വേണ്ടിയിട്ട് കയറി നിന്ന് ബസ്സിൽ നിന്ന് കൊടുക്കുന്നത് ആണുങ്ങളുടെ. അപ്പം ഈ ബസ്സിൽ കയറുന്ന സ്ത്രീകളെല്ലാം ആണുങ്ങളുടെ ഞാൻ ഒന്നും പറയുന്നില്ല, ബാക്കി കേൾക്കാം. ഷെഫീന ബീവി എന്ന പേര് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഒരുപാട് വീഡിയോകളിലൂടെ ഒരുപാട് പേരുടെ മനസ്സിനെ ഇല്ലാതാക്കാനും ജീവിതത്തെ ഇല്ലാതാക്കാനും സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അവർ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്നെയും അവർ കുറേ മോശം വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തിന് മുൻപ് മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ആരുടെയും മനസ്സിനെ മുറിവേൽപ്പിക്കാതെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഒരു വിശ്വാസത്തെയും ഞാൻ മോശമായിട്ടന്ന് പറഞ്ഞില്ല. മദ്രസ വിദ്യാഭ്യാസമാണോ അതോ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസമാണോ മുന്നിൽ നിൽക്കേണ്ടത് എന്ന ചോദ്യം ഒരു ചർച്ചയായി വന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തിനേക്കാൾ മുകളിൽ മദ്രസ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന രീതിയിൽ ഒരു ചർച്ച പോയപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം മാന്യമായ ഭാഷയിലാണ് എൻ്റെ ചാനലിലൂടെ പറഞ്ഞത്. അതിനെതിരെ ഈ സ്ത്രീ എന്നെ പറഞ്ഞ മര്യാദകേടിന് കയ്യും കണക്കുമില്ല. ഒരു വർഷത്തിന് മുൻപ് തന്നെ ഈ സ്ത്രീ എന്നെ നോട്ടമിട്ടതാണ്. ഞാൻ അവർക്ക് മറുപടി കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് അവർ അത്രത്തോളം മോശമായിട്ട് എന്നെ പറഞ്ഞത്.
കഴുത, വിവരമില്ലാത്ത അലവലാതി, എന്തിരടി അലവലാതി എന്നൊക്കെ വിളിച്ചാണ് അവരെന്നെ സംസാരിച്ചത്. എല്ലാ ദിവസവും ഒരുമാതിരിപ്പെട്ട വിഷയങ്ങളെല്ലാം വിമർശിക്കുന്ന ആളാണ് ഞാൻ. ഒരാളെയും ഇതുവരെ അവനെന്നോ അവളെന്നോ പട്ടിയെന്നോ പൂച്ചയെന്നോ കഴുതയെന്നോ ഞാൻ വിളിച്ചിട്ടില്ല. സംസ്കാരം പലർക്കും പലതായിരിക്കുമല്ലോ. എൻ്റെ സംസ്കാരം ഞാൻ സംരക്ഷിച്ചു പോകുന്നു. എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ച മൂല്യങ്ങൾ ഞാൻ മുറുകെ പിടിക്കുന്നു. അതേതായാലും പോകട്ടെ. അന്ന് അവരെന്നെ പറഞ്ഞതൊക്കെ അവരുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തതായിരിക്കാം. 1 ലക്ഷത്തിന് മേളിൽ അതിന് വ്യൂസ് കിട്ടി. അതിൽ നിന്ന് കിട്ടിയ വരുമാനം അവർ തിന്ന് അവരുടെ വയറ് വീർപ്പിച്ചു എന്ന് ഞാൻ കരുതുന്നു. നന്നായിരിക്കട്ടെ. പക്ഷേ ഇപ്പോൾ അവർ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. മനോരമ പോലെയുള്ള മുഖ്യധാര ചാനലുകൾ പോലും ഈ ഒരു വാർത്ത ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതും മോശമാണ്. സംസാരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ സ്ത്രീ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ട് പോകുകയാണ്. ഒരു ആശയത്തെ നമുക്ക് വിമർശിക്കാം, അതിനെല്ലാവർക്കും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ് ഇന്ത്യ. പക്ഷേ ആ വിമർശനം വ്യക്തിപരമായിട്ട് നീളുകയും അത് തന്നെ അങ്ങേ അറ്റം മോശമാകുകയും ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും വിഷയം. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലാത്ത മീഡിയയിലും എല്ലാം ചർച്ചകൾ കൊഴുക്കുകയാണ്. നടി മഞ്ജു പിള്ളയുടെ മകളും സോഷ്യൽ മീഡിയ മതി 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 ശീതള ചേച്ചി തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ആ ഒരു സ്ത്രീക്കും ഉറപ്പായിട്ടും വിമർശിക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരുടെ കണ്ണിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഡ്രസ്സ് ഇടുന്നത് ഒരു വൾഗാരിറ്റി ആയിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പറയാം, പറഞ്ഞോളൂ. പക്ഷേ ആ തുടക്കത്തിൽ ശീതള ചേച്ചി തന്നെ കേൾപ്പിച്ച ആ ഒരു സാധനങ്ങളുണ്ടല്ലോ, കേട്ടില്ലേ നിങ്ങൾ? അതൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരോടാണ് കൂടുതലും അങ്ങനെയുള്ള ആളുകളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ അവർക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇട്ടതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ തെറ്റാണ് മോനെ ശരിയല്ല, മാറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അതല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ ഈ തരത്തിൽ പറഞ്ഞാൽ നിങ്ങളിരുന്ന് കൈയടിക്കുവോ? സ്വന്തം കുടുംബത്തിൽ ആളെയാണിത് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾ കൈയടിക്കുവോ? എനിക്കത് മനസ്സിലാവാത്തത്. കാരണം ഇങ്ങനൊന്നും ഞാനൊന്നും ഇതിനായിട്ടും പറഞ്ഞിട്ടില്ല കേട്ടോ. അതെനിക്ക് എവിടെ വേണമെങ്കിലും ഉറച്ചു പറയാം. ഇത്രയും അങ്ങോട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയണമെങ്കിൽ ആ വ്യക്തി ആരെയാണോ പറയേണ്ടത് ആ വ്യക്തി അത്രയ്ക്കും സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന ഒരാളായിരിക്കണം. ഇതെന്ത് ദ്രോഹമാണ് പെൺകൊച്ചി ചെയ്തത്? എനിക്ക് മനസ്സിലായില്ല. ആ പെൺകുട്ടിയാണോ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് മോഡലിങ്ങിൻ്റെ പേരിൽ ഫോട്ടോ എടുക്കുന്ന ഒരാൾ? ആണോ? എനിക്കറിയില്ലേ. ഞാൻ ഇതിനു മുമ്പ് വേറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത് കാണാത്തതായിരിക്കും നിങ്ങളുടെയൊക്കെ കുഴപ്പം. അതിന് ഇത്തിരി ലോക പരിചയം എന്ന് പറഞ്ഞൊരു സാധനം കൂടെ വേണം. പിടികിട്ടിയോ? ഇനിയും എനിക്കെതിരെ അവർ ചിലപ്പോൾ സംസാരിക്കാതിരിക്കും. ഒരു താല്പര്യമില്ല, കാണാൻ പോലും ഞാൻ നിൽക്കത്തില്ല. കാരണം അതാണ് ഞാൻ കൊടുക്കുന്ന വില. പിടികിട്ടിയോ? ആരെങ്കിലുമൊക്കെ അയച്ചു തന്നാലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ എൻ്റെ പണി ചെയ്യുന്നു, ഞാൻ പോണു. ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. എനിക്കല്ലാതെ ആരുടെയും പുറകെ പോയി അവരുടെ വീട്ടിലോട്ട് കയറി ചെന്ന് വീട്ടിലെന്താ ഇന്ന് ഉച്ചയ്ക്ക് ചോറും കറിക്കും അല്ല ഉച്ചയ്ക്ക് എന്താ കറിയും എന്നൊക്കെ ആ പരിപാടിയോട് താല്പര്യമേ ഇല്ല. മനസ്സിലായില്ലേ? എന്തിനാ അതൊക്കെ? അഭിപ്രായങ്ങൾ അതെല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. പറയാം, പോകാം, അത്രയും മതി. പക്ഷെ ആ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഒന്നും വേണ്ട. എനിക്കൊന്ന് എന്നെക്കാട്ടിലൊക്കെ മുമ്പ് യൂട്യൂബിലൊക്കെ വന്ന ഒരാളാണ് അല്ലേ? അപ്പോൾ കുറച്ച് നമ്മൾ അങ്ങോട്ട് ഓരോ ദിവസം കഴിയുന്നതോറും എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടേ? ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. കൂടുതലായിട്ട് മറ്റേ നല്ല പിള്ള ചമയാണൊന്നും നാണുള്ള അത്ര നല്ല പിള്ളയൊന്നും അല്ല. പലയിടത്തും ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇങ്ങനെ ഞാൻ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു പെൺകുട്ടിയെ ഈ വീഡിയോയ്ക്കും കമൻറ്റ് മൊത്തം നെഗറ്റീവ് ആയിരിക്കും. എനിക്കറിയാം. നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാനിപ്പോൾ എന്ത് പറയാനാണ്? കാരണം ചിലത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്, ചിന്താഗതിയുണ്ട്, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോളൂ. അതിപ്പം തെറ്റാണെന്ന് ഞാൻ പറയത്തേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ എൻ്റെ ചിന്താഗതി അടിച്ചേൽപ്പിക്കാനൊന്നും ഞാനില്ല. എന്തിന് ഞാനത് ചെയ്യണം? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തർക്കും ഓരോന്ന് വരുമ്പോഴേ നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പം നിങ്ങളും പഠിക്കും, ഞാനും പഠിക്കും. മനസ്സിലായോ? ഇനി വേറെ ഒരു വീഡിയോ, നമ്മുടെ ദിയാസന അങ്ങനെയുള്ള കുറേ ആളുകൾ ഇവർക്കെതിരെ ഇപ്പം സംസാരിക്കുന്നുണ്ട്, ആ ഒരു ലേഡിക്കെതിരെ. പിന്നെ ആ ലേഡിയെയും ഓരോന്നൊക്കെ ചില ആളുകൾ വന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലൊന്നുമല്ല, വേറെ കുറച്ച് രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വോട്ട് അവർ ചെയ്ത സെയിം നാണയത്തിൽ തന്നെയാണോ അവരോട് കളിക്കേണ്ടത്? അല്ലെങ്കിൽ അവർ കയറിയിരുന്ന് നമ്മളെ കുറേ പച്ചത്തറിയും വീട്ടുകാരെയും പറയുന്നതെന്നും പറഞ്ഞ് തിരിച്ച് അങ്ങനെ അതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ
നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളും മാറണം. അല്ലാതെ എന്നും ഞാൻ ഇവിത്തലേ പിടിക്കത്തുള്ളൂ, ഞാൻ ഇത് ഈ സാധനം പിടിക്കത്തില്ല, ഞാൻ ഇതേ പിടിക്കത്തുള്ളൂ എന്നും പറഞ്ഞിരിക്കുന്നത് മണ്ടത്തരമെന്നേ ഞാൻ പറയുള്ളൂ, അല്ലേ? ഇനി നമുക്ക് ദയ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്, പിന്നെ വേറെ കുറച്ച് ആൾക്കാർ, നമുക്ക് അതൊക്കെ ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി. Guys, hello guys. I am not doing a reaction video. ഒരു വീഡിയോ ചെയ്തു, അതിൽ വ്യക്തമായിട്ട് ദിയ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഒന്നും പുറകെ പോകാതിരിക്കുന്ന സ്റ്റോറി ഇട്ടതാണ്. ഇനി ഇതൊന്നും പുറകെ എന്തിനാണ്, അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ലീവ് ഇറ്റ്. അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നവർ അത്രയും, നമ്മൾ ഉൾപ്പെടെ കുറച്ചും കൂടെയൊക്കെ വീഡിയോ ചെയ്തു, പരിപാടി കഴിഞ്ഞു. പക്ഷേ ഇനി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യത്തില്ല കേട്ടോ. എനിക്ക് വേറെയും പരിപാടികൾ, വേറെയും കണ്ടന്റുകൾ ചെയ്യണം. ഈ ഒരെണ്ണം കൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിന് നമ്മുടെ ആരുടെ പേരാണോ പറയാത്തത് അവർക്ക് ചിലപ്പം ചാടിക്കറി കിട്ടുന്നതാണ്, അവർ ചിലപ്പം വീണ്ടും കടിച്ചു പിടിച്ചുകൊണ്ട് വരും. താല്പര്യമില്ല, ഐ വോണ്ട് സീ, താല്പര്യമില്ല. ഞാൻ നേരത്തെയൊക്കെ കണ്ടുകൊണ്ടിരുന്നത്, ഞാൻ ഇതിന് മുമ്പും പറഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ്, ലൈക്ക് എന്ന് വെച്ചിട്ട് എന്നെ മറ്റേ അങ്ങ് ഇല്ലാതാക്കുക അങ്ങനെയൊന്നുമല്ല. എനിക്കൊരു ചെറിയൊരു ബാഡ് എക്സ്പീരിയൻസ്, ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ പിന്നെ അടുപ്പിക്കത്തില്ല. ഞാൻ അങ്ങനെ ഒരു സാധനം ഉണ്ട് എനിക്കൊരാളിൽ നിന്ന് നെഗറ്റീവ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അടുപ്പിക്കത്തില്ല. വിട്ടോ, ഇത് അത്രേ ഉള്ളൂ, എനിക്ക് വേണ്ട എന്ന് വെച്ചിട്ട് അവരോട് ദേഷ്യമോ വൈരാഗ്യമോ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും വെച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ആളുകളോട് നമ്മളത് വെച്ചോണ്ടിരിക്കും, പക്ഷെ അവരോട് എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ വേണ്ട, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്, എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായം ഉണ്ട്, ഞാൻ അത് പറഞ്ഞു പൊക്കോളാം. ഒന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ തെറ്റാക്കി വെച്ച് തരും. വേണ്ട, എൻ്റെ പൊന്നെ വിട്ടേക്കേ. എന്തായാലും നമുക്ക് വേറെ കുറച്ച് സാധനം കൂടെയൊക്കെ കേൾക്കാം. യുടെ ലിങ്ക് പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. ഷഫീന ബീവി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ ദയാ സുജിത്ത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധരിച്ച വസ്ത്രത്തെ ആസ്പദമാക്കി അത്യന്തം അപമാനകരവും ലൈംഗിക സ്വഭാവമുള്ളതുമായ പരാമർശങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ വീഡിയോയിൽ നടത്തിയതായി കാണുന്ന പ്രധാന പരാമർശങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ലൈംഗികവൽക്കരിക്കൽ. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാർക്ക് തന്റെ ശരീരത്തിലേക്ക് ക്ഷണം നൽകുന്നതാണെന്നും അത് ഫാഷൻ അല്ലെന്നും വ്യഭിചാരമാണെന്നും ഷഫീന ബീവി പ്രസ്താവിക്കുന്നു. ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തെ അവരുടെ ലൈംഗിക സ്വഭാവവുമായി ബന്ധിപ്പിക്കുകയും അവരുടെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത്. 2. ലൈംഗിക അതിക്രമത്തെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ. വീഡിയോയിൽ വിവസ്ത്രയായ റോഡിൽ നിൽക്കൂ, പുരുഷന്മാർ വന്ന് കയറി പിടിക്കട്ടെ, ബസ്സിൽ കയറി നിൽക്കൂ, പുരുഷന്മാർ നിന്നെ തടവട്ടെ, നിന്റെ ശരീരഭാഗങ്ങൾ പുരുഷന്മാർ ഞെക്കട്ടെ, പുരുഷന്മാർ നിന്റെ ശരീരം സ്പർശിക്കാനും നോക്കാനും വേണ്ടിയാണ് നീ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് എന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ സാധാരണവൽക്കരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവയാണ്. 3. സ്ത്രീയെ ലൈംഗികമായി അപമാനിക്കുകയും സ്വഭാവഹത്യ നടത്തുകയും ചെയ്തത്. ഷഫീന ബീവി പറയുന്നത് ദയാ സുജിത്തിന് കാമപ്രാന്താണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, അവരുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് അശ്ലീലവും ഡബിൾ മീനിംഗ് ഉള്ളതുമായ പരാമർശങ്ങൾ, അവർ പുരുഷന്മാരെ തന്റെ ശരീരം ലൈംഗികമായി ഉപയോഗിക്കാൻ ക്ഷണിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തി. ഇത് ഒരു സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നതും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതുമാണ്. 4. മാതാവിനെ ഉൾപ്പെടുത്തി ലൈംഗിക അധിക്ഷേപം നടത്തിയത്. മക്കളെ മര്യാദ പഠിപ്പിക്കണമെന്ന് പറയുകയും അമ്മ മകളെ തെറ്റായ ലൈംഗിക സ്വാതന്ത്ര്യം പഠിപ്പിക്കുകയാണെന്ന തരത്തിൽ ആരോപിക്കുകയും ദയയുടെ അച്ഛനെയും അമ്മയും ലൈംഗിക പരാമർശങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും അച്ഛന്റെ മുൻപിൽ ചെന്ന് തുണി അഴിച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നു. അച്ഛന് മകളുടെ ശരീരം കാണുമ്പോൾ എന്ത് തോന്നുമെന്നറിയാൻ. ഇത് കുടുംബാംഗങ്ങളുടെ മാന്യതയെ അപമാനിക്കുന്നതാണ്. 5. അക്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രസ്താവനകൾ. വീഡിയോയിൽ ഇത്തരം സ്ത്രീകളെ നടുറോഡിൽ കൊണ്ടുചെന്ന് തുണിയില്ലാതെ നിർത്തണം, അതിന്റെ പേരിൽ നടക്കുന്ന ക്രൈം എന്തു തന്നെ ആയാലും അവൾ അത് അനുഭവിക്കണം, ദയയ്ക്ക് ജന്മം നൽകിയവരെ അടിക്കണം, ദയയെ തെരച്ചിവാലുകൊണ്ട് അടിക്കണം എന്ന പ്രസ്താവനകൾ നടത്തി. ഇത്തരം പ്രസ്താവനകൾ ഒരു വ്യക്തിക്കെതിരായ ശാരീരിക അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഭീഷണിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവയുമാണ്. 6. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ഷഫീന ബീവി പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നതിനെ മാനസിക രോഗമെന്ന് വിശേഷിപ്പിക്കുകയും ആ വ്യക്തിക്ക് മരുന്ന് നൽകണമെന്ന് അവരുടെ മാതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യാതൊരു ക്ലിനിക്കൽ പരിശോധനയോ യോഗ്യതയുള്ള വിദഗ്ധ അഭിപ്രായമോ ഇല്ലാതെ ഒരു വ്യക്തിയെ മാനസിക രോഗിയെന്ന് ചിത്രീകരിക്കുന്നത് അപകീർത്തികരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. 7. ബലാത്സംഗ ഇരയുടെ ചിത്രം ഉപയോഗിച്ചത്. വീഡിയോയിൽ ലൈംഗിക അതിക്രമത്തിനിരയായി മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉപയോഗിക്കുകയും അതുമായി ബന്ധപ്പെട്ട അനുചിതമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ പറയുന്നത് ഇവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മരണം നടക്കില്ലായിരുന്നു എന്നാണ്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നേരെ തിരിച്ചാണ് പലതും. അൺഫോർച്ചുനേറ്റ്ലി ഇരയുടെ സ്വകാര്യതയും മരണാനന്തര മാന്യതയും സംരക്ഷിക്കുന്ന നിയമവ്യവസ്ഥകൾ പ്രകാരം ഈ വിഷയം പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. 8. ഡിവോഴ്സായ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കൽ. പ്രതി കുടുംബ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി നിയമപരമായി വിവാഹമോചനം നേടിയ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. 9. സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ച് വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു സ്ത്രീയെ അവരുടെ മക്കൾ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു. സ്വന്തം മക്കൾ അവരുടെ അമ്മയെ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നതിലൂടെ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ സ്വന്തം അമ്മയെ തങ്ങൾ കൊലപ്പെടുത്തുമെന്ന ചിന്ത ജനിപ്പിക്കുകയും അത് കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. ബാധകമാകാൻ സാധ്യതയുള്ള നിയമവകുപ്പുകൾ പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുകളിൽ വിവരിച്ച പ്രവർത്തികൾ താഴെ പറയുന്ന നിയമവ്യവസ്ഥകളുടെ പരിധിയിൽ വരുമോ എന്ന് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത BNS
സെക്ഷൻ 79 സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, ഡിഫമേഷൻ സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, വ്യക്തിയുടെ പ്രതിച്ഛായയെ ഹനിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, ക്രിമിനൽ ഇന്റിമിഡേഷൻ, ത്രെറ്റ് സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, ഭീഷണി സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ, അബെറ്റ്മെന്റ്, ഇൻസൈറ്റ്മെന്റ് സംബന്ധിച്ച ബാധകമായ വ്യവസ്ഥകൾ, അക്രമത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രസ്താവനകൾ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരമുള്ള ബാധകമായ വ്യവസ്ഥകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അപമാനകരവും ഹാനികരവുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് അന്വേഷണത്തിൽ ആവശ്യമായ മറ്റു വകുപ്പുകൾ കൂടി ചുമത്തണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ അപേക്ഷ പ്രസ്തുത വീഡിയോയും സോഷ്യൽ മീഡിയ അക്കൗണ്ടും പരിശോധിക്കണം. വീഡിയോയിലെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സ്വീകരിക്കണം. ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണം. ബാധിത വ്യക്തിയുടെ മാന്യതയും സുരക്ഷതയും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഞാൻ ഇതിനകത്ത് എവിഡൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ വീഡിയോയുടെ ലിങ്ക്, ചാനൽ പ്രൊഫൈൽ നെയിം കൊടുത്തിട്ടുണ്ട്, റെലവന്റ് ടൈം സ്റ്റാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ നൽകി. അപ്പോൾ സംഗതി എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ദയാ സുജിത്തിനെ ഭയങ്കര മോശമായിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് ഇല്ലാതാക്കിയ ആ സ്ത്രീക്കെതിരെ പരാതി പോയിട്ടുണ്ട്. എൻ്റെ അറിവിൽ 10-68 കേസൊക്കെയാണ്ട് ഉണ്ട് കേട്ടോ അവർക്കെതിരെ. ഒന്നും എങ്ങും എത്തത്തില്ല. അത് ഡെഫിനറ്റ് ആണ്. റീസൺ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് അങ്ങനെ അവരെ അതൊന്നും പറയുന്നതിന് എനിക്ക് താല്പര്യമില്ല. വോട്ടെവർ അതിൻ്റെ ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നു ചേച്ചി എൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഹങ്കാരം ഉണ്ടെങ്കിൽ നിർത്ത്. കാരണം നിങ്ങൾക്ക് മാത്രമല്ല ഇത് പണി കിട്ടുന്നത്. അതൊന്നും മനസ്സിലാക്കുക. ബാക്കിയുള്ള ഒരുപാട് പേരുടെ കഞ്ഞുകൂടി മുട്ടിപ്പോവും. നല്ല രീതിയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പല കാര്യങ്ങളിലേക്ക് മുറ്റു നോക്കുന്നുണ്ട്. ഒരു പണി കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ കാട്ടായങ്ങൾ കാണിക്കാതിരിക്കും. ലിമിറ്റ് ചെയ്തോ. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോ. ഈ ലോകത്തിലുള്ള എല്ലാ മലയാളികളും ഒരേപോലെ ഒരുത്തനെയോ അല്ലെങ്കിൽ ഒരുത്തിയോ കല്ലെറിയും ചില വിഷയങ്ങൾ വരുമ്പോൾ. കാരണം സമൂഹത്തിന് അത്രയും ദ്രോഹം ചെയ്യുന്ന ഒരാളായി മാറുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാം. ചിലപ്പോൾ ആരും ഒന്നും കേസെടുക്കാനും ഒന്നിനും പോകത്തില്ല. പക്ഷെ അതല്ലാതെ നിങ്ങൾ ഈ ആളുകളെ വിമർശിക്കുന്നത് ചെയ്തോ. നമ്മൾ ഉൾപ്പെടെ ചെയ്യുന്നില്ലേ? പക്ഷെ അതിനകത്ത് വാക്കുകൾ മറ്റേ ഈ തൊട്ടുരിയും വേണ്ട, എനിക്ക് പറയാൻ വയ്യ. ആ പരിപാടികൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കും കിട്ടും പണി, ബാക്കിയുള്ളവർക്കും കിട്ടും പണി. അതൊന്നും മനസ്സിലാക്കി. എന്തിനാ എല്ലാവരുടെയും കഞ്ഞൂടി മുട്ടിക്കാനായിട്ട് ഇങ്ങനെ കിടന്ന് അങ്ങോട്ട് വീർപ്പ് മുട്ടി നടക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല എന്ത് കാര്യത്തിനാന്ന്. എന്തായാലും ഉണ്ണി വ്ളോഗ്സിൻ്റെ ചാനലിലാണ് കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ദിയാസനെ കുറച്ച് കാര്യങ്ങൾ വളരെ ലൈറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു. ലൈറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് ഹാർഡായിട്ടും ഉണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് കാണിച്ചു തരാം കുറച്ച്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഹലോ ഗൈസ്, അതെ, ഞാനിപ്പോൾ ദയാ സുജിത്തിന്റെ വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജെൻസീസിന്റെ ഇടയിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഭയങ്കര ചാമിങ് ആയിട്ടുള്ള, ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് എനിക്ക് ദയാ സുജിത്ത് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. സോ ആ കുട്ടിയെ 2 ദിവസം മുമ്പേ ഈ ഷഫീന ബീവി എന്ന് പറയുന്ന ലേഡി, അവള് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു. ഞാൻ ഈ ഷഫീന ബീവിനെ പറ്റിയിട്ട് പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ പല അവർക്ക് സംസാരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ജെൻസീസിന്റെ ഇടയിൽ പിള്ളേർ, പുതിയ കുട്ടികളൊക്കെ ഇപ്പോഴാണ് ഈ ഒരു ഡുണ്ടുമോൾ KPP കാണുന്നത്. സോ അവളെ പറ്റിയിട്ട് ചെറിയ കുറച്ച് വിവരണങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് ഇവിടെ വന്നിരുന്ന മറ്റേ കവലപ്രസംഗം നടത്തുന്നുണ്ടല്ലോ, അവള് വലിയ കുലയാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന്. എന്റെ പൊന്നു മകളെ, 2019 സമയത്ത് ഇവളുടെ ന്യൂഡിറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങള് ഇവള് പല ആളുകൾക്കും അയച്ചു കൊടുത്തത് ഒരുപാട് ഇടങ്ങളിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവൾ ഇതിന്റെ പേരിൽ ഇത് എന്ത് കാര്യങ്ങൾ എനിക്കെതിരെ സംസാരിച്ചാലും ഞങ്ങളൊക്കെ കണ്ടതാണ്. ഇവളുടെ ന്യൂഡിറ്റി അത് ഇവള് വിറ്റ് കാശാക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. എങ്ങനെയാണ് ഈ സ്ത്രീക്ക് ഒരു ബോൾഡ് മോഡലിംഗ് പിക്ചർ കണ്ടിട്ട് ഇത്രമാത്രം സ്ലെറ്റ് ഷെയ്മിങ്ങും ബോഡി ഷെയ്മിങ്ങും അതുപോലെ വേശ്യ എന്നുള്ള പ്രയോഗവും നടത്താൻ സാധിക്കുന്നത്? ആദ്യം അവള് പോയിട്ട് അവൾ ചെയ്ത വൃത്തികേടിനെ മറിക്കാനും അവളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനും വേണ്ടിയിട്ടാണ് കേരളത്തിൽ അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക്, എന്താ പറയാ, കുറച്ചെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടിംഗ് ഒക്കെ ഉള്ള ആളുകളെ നോക്കി ഈ സ്ത്രീ അറ്റാക്ക് ചെയ്യുന്നത്. പൊതുവെ ഇവർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇവർക്ക് ഇതിൽ നിന്ന് സീരിയസ്ലി പറയട്ടെ, വലിയ തോതിലുള്ള ഒരു ഓർഗാസം സംഭവിക്കുന്നുണ്ട്. ഒരേ ഇരിപ്പിരിക്കും. 3 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 3 പേരെ കൊന്നിട്ട് വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന ഒരുത്തിയാണ് അവള്. ഒന്ന്. രണ്ടാമത്തേത് ദുബായിലെ പിമ്പായിരുന്നു, വലിയൊരു പിമ്പായിരുന്നു. ആ പിമ്പിനെ അവിടെ നിന്ന് ബാൻ ചെയ്താണ് വിട്ടിരിക്കുന്നത്. ദുബായിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇവരുടെ മൂത്ത മകനാണ് ഇവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. പല ആളുകളുടെയും യൂട്യൂബ് ചാനലുകളിലും മറ്റൊക്കെ ഇവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പല ഇടങ്ങളിലുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ PM-ൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഇവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരാം. 3 ദിവസമായിട്ട് എല്ലാവരും എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. പലർക്കും അറിഞ്ഞൂടാതെ മനസ്സിലായി. സോ ദാറ്റ്സ് വൈ കുട്ടികളൊക്കെ മതി, ഞാൻ കൂടുതലൊന്നും കേൾപ്പിക്കുന്നില്ല. അവരുടെ മോനെ ഒന്നും പിടിച്ചിടണ്ട, വിട്. ഇനിയും വേറൊരു കാര്യം, ആ യൂട്യൂബർ ലേഡി കേൾക്കുന്നുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്നതൊക്കെ സത്യമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അതിൻ്റെ മൂഡ് താങ്ങിയോ അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്തൊന്നും പോകുന്നില്ല. എനിക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല. നിങ്ങൾ ചിലപ്പം പോകുമായിരിക്കും. അങ്ങനത്തെ പരിപാടികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ വാട്ട് ഐ എം സേയിങ് ഇസ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ വർത്തമാനങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ തപ്പിക്കുത്തി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടി എടുത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഈ വന്ന് കിടന്ന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്.
ഇപ്പൊ ഈ കമന്റ് ബോക്സിലും വരും അവരുടെ പേരും പറഞ്ഞു. എൻ്റെ കമന്റ് ബോക്സിലൊന്നും പേര് പറയല്ലേ, ഞാനേ പേര് പറയുന്നില്ല, എന്നിട്ട് അവരുടെ പേര് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അവർക്ക് എന്ത് വിലയാണ് കൊടുക്കുന്നത്? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സാധനമൊക്കെ പറഞ്ഞതിനകത്തൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ കുത്തിപ്പൊക്കി അവരുടെ അടുത്ത് പുറത്തു കൊണ്ടു ഇട്ട് കഴിഞ്ഞാൽ നാണം കെടും. മനസ്സിലായോ? നാണം കെടും നിങ്ങൾ ഉൾപ്പെടെ. അപ്പം നിങ്ങളുടെ മറ്റേ അധപ്പതനം കണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ വീഴ്ച കണ്ടു വന്നിരുന്ന് കൈയടിക്കാനൊന്നും തൽക്കാലം നിൽക്കണമെന്ന് എനിക്കില്ല കേട്ടോ. കാരണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, ഞാൻ ഇപ്പോഴും അതേ ചിന്തിക്കുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, പക്ഷെ അഭിപ്രായത്തിൽ ആ അഭിപ്രായം പറയുന്ന രീതി, വാക്കുകൾ അതൊന്ന് സൂക്ഷിക്കണമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ നിങ്ങളെപ്പോലെ എല്ലാവരും പറയുന്ന കണക്ക് മറ്റേ മുൻഗണനയുള്ളതാണല്ലോ, അതുകൊണ്ട് പറയുകയാണ്. നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയല്ലേ, അപ്പം അതിൻ്റെ ഒരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവരോട് മര്യാദയ്ക്ക് പോലും സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും മര്യാദയ്ക്ക് സംസാരിച്ചാൽ തന്നെ ഇവർ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നവരെയും പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. അത്രേ ഉള്ളൂ. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ ഇപ്പം നേരത്തെ മറ്റേ ശീതളാണെങ്കിലും പറയുന്നത് പോലെ നിങ്ങളുടെ ഒരു ക്വാളിറ്റി നിങ്ങളവിടെ കാണിക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. ആ ഒരു ക്വാളിറ്റിയിലുള്ള ആളുകളെ എന്നും നിങ്ങളോട് കാണത്തുള്ളൂ. നമുക്കൊന്നും പക്ഷെ അങ്ങനെ വേണ്ട. നമ്മളൊക്കെ അതിനകത്ത് കുറച്ചുകൂടെ ഗ്രോ ചെയ്യണം. നമ്മുടെ സ്വഭാവം, നമ്മുടെ സംസാരം എല്ലാം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ വേണം. ആദ്യം ഒരു ജീവിതമേ ഉള്ളൂ. എന്നും ഒരേ സ്വഭാവവും ഒരേ മെൻറ്റാലിറ്റിയും ഒരേ പേഴ്സ്പെക്റ്റീവും വെച്ചല്ല ജീവിക്കേണ്ടത്. ഉയരണം മേപ്പോട്ട്. പിടികിട്ടിയോ? അല്ല, ഇതൊന്നും പറഞ്ഞാൽ പിടികിട്ടാൻ സാധ്യതയില്ല. ഇനിച്ചിരി കോമൺ സെൻസ് എന്ന് പറയുന്ന എഡ്യൂക്കേറ്റഡൊക്കെ ഞാൻ തോന്നുന്നല്ലേ, വോട്ടോ ആയിടുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആവാൻ ശ്രമിക്കും. ബെറ്റർ ആയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഞാൻ എന്തായാലും എൻ്റെ കാര്യം നോക്കിക്കോളാം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായെന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ ഇനിയും താങ്ങാൻ പോവുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.